അതിനു മുമ്പ് ശ്രീ റെജി ലൂക്കോസ്, എന്തായാലും തുടർച്ചയായി അധികാരത്തിൽ ഏറാൻ പറ്റിയ പിണറായി സർക്കാരിനെ അടുത്ത തവണയെങ്കിലും താഴെയിറക്കണം എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ലക്ഷ്യമാണ്, പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതിന് ആത്മവിശ്വാസം നൽകുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് ഉപതെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ നിലമ്പൂരിലെ കണക്കുകളടക്കം പരിശോധിക്കുമ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്ത് ഇപ്പോൾ സൂചിപ്പിക്കുന്ന പോലെ 100-ലധികം സീറ്റുകളെങ്കിലും എന്ന വിശ്വാസത്തോട് പോകുമ്പോൾ ഇതാ യുവാക്കൾക്ക് കൂടി പരിഗണന നൽകിക്കൊണ്ട് അവരെ കൂടി കളത്തിലിറക്കി ഒരു പോരാട്ടത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എങ്ങനെയാണ് താങ്കൾ അതിനെ വിലയിരുത്തുന്നത്? അല്ല, സ്വാഗതാർഹമായിട്ടുള്ള ഒരു തീരുമാനമാണ് കോൺഗ്രസിന്റേത്. കാരണം കടൽക്കിഴവന്മാരെ മാറ്റി ചെറുപ്പക്കാരെ പരീക്ഷിക്കുന്ന നല്ല ഒരു തീരുമാനമാണ്. പക്ഷെ ജനങ്ങൾ ജയിപ്പിക്കട്ടെ. രണ്ടു ഉദാഹരണങ്ങൾ പറയാം. ഇപ്പൊ ഡാൻകുരിൻ പുറത്തുവിട്ട ആ ബ്രേക്കിംഗ് വാർത്ത ഇന്ന് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഡാൻ ഒരു കൃത്യതയില്ലാതെ ഒരു വാർത്ത പുറത്തുവിടുന്ന ഒരു വ്യക്തിയല്ല, അത്രയും കൃത്യമായിട്ട് രീതിയിൽ വാർത്തകൾ കൊടുക്കുന്ന ഒരാളാണ്. എനിക്ക് അക്കാര്യത്തിൽ ഡാനോട് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു അന്യസംസ്ഥാന തൊഴിലാളി കനകോലു കേരളത്തിലെ ആരൊക്കെ മത്സരിക്കണം അതിനകത്ത് 30ഓളം ചെറുപ്പക്കാരുടെ ലിസ്റ്റ് കൊടുത്തു. ഇനി അത് അംഗീകരിക്കാതിരിക്കാൻ യാതൊരു മാർഗമില്ല. കാരണം കനകോലിനെ നിയന്ത്രിക്കുന്നത് നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളി എന്നൊക്കെ പറഞ്ഞാൽ മതിയോ? അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനല്ലേ? അപ്പൊ ഫ്രീ ആയിട്ടാണ് സേവനം ചെയ്യുന്നത്. ഇവിടെ കോൺഗ്രസിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ് അയാള്. അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ വാക്കിനകത്ത് എന്താ? ഇപ്പൊ നിലവില് പാർട്ടിയും ഒക്കെ ആയി മുന്നോട്ട് പോകുന്നുണ്ട്. അല്ല, അവരെ കോടിക്കണക്കിന് രൂപ മേടിച്ചിട്ടാണ് ഈ ഇതെല്ലാം സർവേ നടത്തുന്നത്. അത് ജോലിയല്ലേ? അപ്പൊ പിന്നെ അദ്ദേഹത്തിന് തൊഴിൽ ചെയ്യുന്ന അത് സ്വാഭാവികമായിട്ട് അതല്ല കറക്റ്റ്. ആ ഗതികേട്ടിലാണ് ഇപ്പൊ കോൺഗ്രസ്. ഞാൻ പറഞ്ഞു പൂർത്തിരിക്കട്ടെ, എനിക്ക് അല്പം സമയം തരും. ഇവിടെ ഒത്തിരി സമയമല്ലോ മറ്റുള്ളവർ സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അവരുടെ ചില സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഞാനും വായിച്ചു. ഞാനത് കൃത്യമായിട്ടും ഫോളോ ചെയ്ത ഒരാളാണ് ന്യൂസ് സൈറ്റിൽ. അതിനകത്ത് എനിക്ക് ഒരുപാട് കൗതുകം തോന്നുന്നുണ്ട്. കാരണം ഒന്നാം തന്നെ ഇവിടുത്തെ വൃത്ത നേതാക്കന്മാര് ഇനിയിപ്പോ നാളെ വെടിക്കിട്ട് ഇറങ്ങി ഇപ്പൊ തന്നെ അതിനകത്ത് അടി തുടങ്ങി കഴിഞ്ഞു. ഒരു ഉദാഹരണം ഞാൻ പറയാം. തിരുവല്ല സീറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ളത് മാത്യു തോമസ് എന്ന് പറയുന്ന ജനകീയനായ മനുഷ്യരോടൊപ്പം നിൽക്കുന്ന, അവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന, തിരുവല്ല മണ്ഡലത്തിലെ ഉള്ളങ്കയിൽ നിൽക്കുന്ന മാത്യു തോമസ് ആണ് അടുത്ത തവണ മത്സരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ഈ അബിൻ വർക്കി അവിടെ ലാൻഡ് ചെയ്യിപ്പിക്കുന്നത്? ഈ അബിൻ വർക്കി എന്ന് പറയുന്ന ആൾ ദേശാടന പക്ഷിയായിട്ട് വരുന്ന ഒരാളാണ്. അതേ അവിടുത്തെ മാത്തോമ സഭയിൽ, അതായത് ഞാൻ ക്ഷമിക്കണം, മാത്യു തോമസിന്റെ മാത്തോമ സഭ അംഗവും, ഞാൻ ജാതി പറയുന്നതല്ല, അവരുടെ വീക്ഷണം കൊണ്ട് ഞാൻ പറയുന്ന കോൺഗ്രസ് അതിനെ നോക്കിയുള്ള ആളെ വരുന്നത്. മൂവാറ്റുപുഴക്കാരനായ അബിൻ വർക്കി, മൂവാറ്റുപുഴ കോരഞ്ചേരി സ്വദേശിയായ അബിൻ വർക്കി മൂവാറ്റുപുഴ മത്സരിക്കാതെ കൊണ്ട് ഈ പറയുന്ന തിരുവല്ലയിൽ മത്സരിച്ചു കഴിഞ്ഞാൽ, അല്ല ക്ഷമിക്കണം, ഞാൻ തിരുവല്ലയിൽ ഞാൻ ചെങ്ങന്നൂരിൽ അല്ലല്ല, ഞാൻ ബി എസ് ജോയിലേക്ക് വന്നിട്ട് ഞാൻ ചെങ്ങന്നൂരിലേക്ക് എനിക്ക് ക്ഷമിക്കണം, അത് തെറ്റുപറ്റി. ബി എസ് ജോയി നിലമ്പൂരിൽ നിന്ന് 100-150 കിലോമീറ്റർ അകലെ, ആരും അറിയപ്പെടാത്ത, ഇപ്പൊ ഈ ഇലക്ഷനോട് കൂടി അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്, ഒരു ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അദ്ദേഹം ഈ മാത്യു തോമസിനെതിരെ മത്സരിച്ച് ജയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ ഭാവി കൊലയ്ക്കാനായിട്ട് ചെയ്ത തീരുമാനം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് നിലമ്പൂർ സീറ്റ് കൊടുക്കാമെന്ന് വ്യാമോഹിപ്പിച്ച് വഞ്ചിച്ച ചരിത്രമുണ്ട്. വീണ്ടും മറ്റുള്ളവർക്ക് ഭീഷണി ആയിരിക്കുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തറക്കാനായിട്ട് ഒരു 30,000 വോട്ടിന് അദ്ദേഹം അവിടെ തോറ്റു. ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, ഇപ്പോൾ ഈ തിരുവമ്പാടി ഉറപ്പൊന്നും എനിക്കും നമ്മളും സൂചിപ്പിക്കുന്നില്ല. പക്ഷേ VS ജോയിക്ക് കൃത്യമായ ഒരു അക്കോമഡേഷൻ നൽകാതിരിക്കുമോ നിലമ്പൂരിന് ശേഷം? ഒന്നത്. രണ്ട്, താങ്കൾ ഈ പറയുന്നത് പോലെ ഇതിനു മുമ്പ് പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമ്പോഴും രാഹുലും ഒരു പരിധിവരെ കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥി എന്ന് അവിടുത്തെ കോൺഗ്രസിനകത്ത് പോലും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു കയറി. സൂചിപ്പിക്കുന്നില്ല, പക്ഷേ VS ജോയിക്ക് കൃത്യമായ ഒരു അക്കോമഡേഷൻ നൽകാതിരിക്കുമോ നിലമ്പൂരിന് ശേഷം? ഒന്നത്. അവിടെ ടെലിവിഷൻ ഓളിയം വെച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. പറയൂ. ഉപതെരഞ്ഞെടുപ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞോളൂ. അഭിലാഷ്, അതാണ് അഭിലാഷ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിലമ്പൂർ എന്ന് പറയുന്നിടത്ത് ഒരു ഷുവർ സീറ്റ് അവർ തന്നെ പ്രചരിപ്പിച്ച് മാധ്യമങ്ങളിലൂടെ വലിയൊരു താരപരിവേഷം കൊടുത്ത VS ജോയിയെ അവിടെ മത്സരിപ്പിക്കാതെ വഞ്ചിച്ചിട്ട് ഇപ്പോൾ തിരുവല്ലയിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത് ആ ചെറുപ്പക്കാരനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയല്ലേ? ഞാനതാ പറഞ്ഞത്. ഒരിക്കലും കോഴഞ്ചേരി ഇവിടെ കോഴഞ്ചേരി സീറ്റാണെന്നുണ്ടെങ്കിൽ താരതമ്യേന നമുക്കൊരു പ്രതീക്ഷ കൊടുക്കാം. തിരുവല്ലയിൽ എങ്ങനെയാണ് ഈ VS ജോയി മത്സരിക്കുന്നത്? അദ്ദേഹത്തിന് പരിചയപ്പെടുത്താൻ പോലും ഒരു മാസം എടുക്കും. അവിടെ ഞാൻ സമയം കളയാൻ അടുത്തതിലേക്ക് വരും. ഈ അബിൻ വർക്കി, അദ്ദേഹം മൂവാറ്റുപുഴ കോഴഞ്ചേരി സ്വദേശിയാണ്. സാമാന്യ രീതിയിൽ മാന്യവാര്യത്തിൽ ഇടപെടുന്ന ചെറുപ്പക്കാരനാണ് അദ്ദേഹം. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവ് ആണ്. അദ്ദേഹത്തിന്റെ ചെങ്ങലിനോട് നിർത്തി ആരോടാണ് എതിരിടുന്നത്?
കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് ജയിച്ച സജി ചെറിയാൻ, അദ്ദേഹം 3ാം തവണ എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് ഒരു ഉപതെരഞ്ഞെടുപ്പ് ജയിച്ച സജി ചെറിയാൻ അവിടെ കഴിഞ്ഞ തവണ 33,000 വോട്ടിന് ഭൂരിപക്ഷമുണ്ട്. ചെങ്ങന്നൂർ പോലുള്ള സീറ്റിൽ സജി ചെറിയാൻ നീ അല്ല എങ്കിൽ പോലും ഈ അഭിപ്രായക്ക് വിജയിക്കുമെന്ന് അഭിലാഷ് പറയാൻ പറ്റുമോ? ഇനി എനിക്ക് ഇതിനകത്ത് ഒരു മത്സരം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയുണ്ട്. നമ്മൾ എല്ലാ സീറ്റും ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റുമല്ലോ. ഇപ്പം നെടുമങ്ങാട് BRM ഷഫീർ താരതമ്യേന ഇവരെക്കാളൊക്കെ ഭേദപ്പെട്ട ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. നല്ല പ്രാസംഗികനാണ്. കേരളം ഒട്ടുക്കും അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം നെടുമങ്ങാട് അദ്ദേഹത്തിന്റെ ജന്മനാടിനോട് തൊട്ട് അതിർത്തി പങ്കെടുത്ത ഒരു മണ്ഡലമാണെന്നാണ് എന്റെ വിശ്വാസം. അദ്ദേഹം അവിടെ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ GR അനിലുമായിട്ട് നല്ലൊരു മത്സരം കാഴ്ചവെക്കാം. പക്ഷേ GR അനിൽ എന്ന് പറയുന്ന മന്ത്രി അവിടെ വളരെ പോപ്പുലറാണ്. അത് മത്സരത്തിന് ശേഷം മാത്രമേ നമുക്ക് പ്രവചിക്കാൻ പറ്റുള്ളൂ. മറ്റൊരു സ്ഥാനാർത്ഥിയുടെ കാര്യം ഞാൻ പറയാം. അതൊരു വിചിത്രമായ സ്ഥാനാർത്ഥി. ഇവിടെ പിന്നെ കണ്ണൂർ സീറ്റ് എന്ന് പറയുന്ന അടുത്ത തവണ മത്സരിക്കാനായിട്ട് കടന്നപ്പള്ളി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങളുടെ മുന്നണിയാണ് തീരുമാനിക്കേണ്ടത്. കടന്നപ്പള്ളി ഒരു പക്ഷേ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ CPM ഏറ്റെടുക്കും. CPM ഏറ്റെടുക്കുകയാണെങ്കിൽ എന്റെ വ്യക്തിപരമായ നിരീക്ഷണത്തിൽ ഒന്നും പാർട്ടിയുടെ അഭിപ്രായമല്ല, അത് കണക്കിറക്കുകയും ചെയ്യരുത്. അവിടെ PP ദിവ്യ, നിങ്ങൾ പക്ഷെ അത്ഭുതപ്പെട്ടേക്കാം, പക്ഷെ PP ദിവ്യ എന്ന് പറയുന്ന പ്രോമിസിംഗ് ആയിട്ടൊരു നേതാവ്, കേരളത്തിലെ നിയമസഭയിൽ എത്തേണ്ട നേതാവ്, അവരെ മുളയിലെ നുള്ളാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ ശ്രമിച്ച് അവരെ മറ്റേ നവീൻ ബാബുവിന്റെ വിഷയത്തിൽ താർക്കാൻ ശ്രമിച്ചത്. പക്ഷെ അവിടുത്തെ അവരുടെ ജനകീയ അടിത്തറ വർദ്ധിച്ചതേ ഉള്ളൂ. ഒരുപക്ഷെ അവരെ പാർട്ടി നിയോഗിച്ചാൽ മഹാഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കും. ഇനി അത് അല്ലെങ്കിൽ പോലും വേറൊരാളെ നിയോഗിച്ചാൽ അവിടെ ജയിക്കും. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ കോൺഗ്രസ് അതുപോലെ വീഴ്ച പറ്റിയെന്നൊക്കെ മാധ്യമങ്ങളാണോ പറഞ്ഞത്? പാർട്ടി തന്നെ വിലയിരുത്തിയതല്ലേ? പാർട്ടി വീഴ്ച പറ്റിയെന്നൊന്നും പറഞ്ഞില്ല. പാർട്ടി അവര് തിടുക്കപ്പെട്ട പ്രസംഗം നടത്തിയത് വീഴ്ച പറ്റി എന്നുള്ള ഒരു നിരീക്ഷണം. വീഴ്ച പറ്റാത്ത രാഷ്ട്രീയക്കാർ കേരളത്തിൽ അവകാശം പറയാൻ പറ്റുമോ? കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് എവിടെയെങ്കിലും മാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേക അജണ്ട ഉണ്ട് എന്ന് തോന്നുന്നില്ലേ? കണ്ണൂരിൽ PP ദിവ്യയുടെ രാഷ്ട്രീയ ഭാവി അടച്ചു കളയാൻ മാത്രം, അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. അഭിലാഷെ PP ദിവ്യയുടെ വിഷയത്തിന്റെ അന്ന് മുതൽ 1 മന്ത് ഡെയിലി ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. എനിക്ക് അതിന്റെ മുഴുവൻ വശങ്ങളും അറിയാം. അതിനെക്കുറിച്ച് നമ്മളിപ്പോ ചർച്ച ചെയ്ത് മുമ്പോട്ട് ജനകീയ അടിത്തറയ്ക്ക് 1% വരെ പോറലേൽപ്പിക്കാനായിട്ട് ഇവിടുത്തെ ഈ മാധ്യമങ്ങൾക്കും കോൺഗ്രസുകാർക്കും ഒന്നും സാധിച്ചിട്ടില്ല. എന്തെല്ലാം വൃത്തികേടുകളാണ് നല്ല നേതാവിനെ കുറിച്ച് പറയും. ഇനി അടുത്തത് കോതമംഗലം സീറ്റ് എനിക്ക് ചിരി തോന്നി. കാരണം കോതമംഗലം സീറ്റിലേക്ക് എറണാകുളംകാരനായ പിന്നെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, ജിൻഡോ ജോൺ. ആസ് എ പേഴ്സൺ ഈസ് എ ജെന്റിൽമാൻ, ഞാൻ അംഗീകരിക്കുന്നു. വളരെ മാന്യമായിട്ട് അത് ചർച്ചകൾ പങ്കെടുക്കും. പക്ഷെ കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആന്റണി ജോണിനെ എതിർക്കാൻ കരുത്തില്ല, കെൽപ്പില്ല അല്ലെ? ആന്റണി ജോണിനെ എതിർക്കാൻ കെൽപ്പുള്ള ഒരാളായിരിക്കില്ല ജിൻഡോ. 1% കോതമംഗലം സൈക്കോളജി, ആ നാടിന്റെ പ്രത്യേകതകളെ കുറിച്ച് അഭിലാഷ് അവിടുത്തെ ഒന്ന് അന്വേഷിക്കുക. അഭിലാഷ് മിടുക്കനല്ലേ? അല്ല, ഞാൻ അവിടെ ഈ ജാതി സമവാക്യമൊക്കെ ആണോ എന്ന് സംശയമാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ഞാൻ സൂചിപ്പിച്ചു, അതായത് ഈ കേരള കോൺഗ്രസിന്റെ സ്വാധീനമുള്ള പ്രദേശമായതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ? ഇതൊന്നും ഉറപ്പിക്കുന്നില്ല. അല്ല അഭിലാഷ, ഞാൻ പറഞ്ഞല്ലോ ഒരു മത്സരത്തിന് ഇതിനകത്ത് സാധ്യതയുള്ള മണ്ഡലം ഞാൻ പറഞ്ഞത് നെടുമങ്ങാടാ. കോതമംഗലത്തെ സംബന്ധിച്ച് എന്റെ നാടെടുത്താണ്. കോതമംഗലം എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ ശരിക്കും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു MLA ഉണ്ട്. 3ാം വട്ടം അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും CPM-ന് അടിത്തറ അത്രയ്ക്കും വിവരമാണ് ജനങ്ങളോടൊപ്പം നിൽക്കുന്നത്. അതുപരിയായിട്ട് അതുപരിയായിട്ട് എനിക്ക് കോമൺ ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ഇവര് ഈ ചെറുപ്പക്കാരെ അവരുടെ നാടുകളിൽ നിർത്താതെ കണ്ട്, ഇപ്പം ഉദാഹരണം മൂവാറ്റുപുഴ എടുക്കൂ. മൂവാറ്റുപുഴ കുഴൽനാടൻ അൺപോപ്പുലർ ആയി കഴിഞ്ഞു. കുഴൽനാടൻ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ അടുത്ത തവണ ജയിക്കുകയായിരുന്നു. ഇപ്പൊ എഴുതി വെച്ചു. റെജിനു പറയുന്ന മത്സരത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം എന്നോട് ചോദിച്ചു അൺപോപ്പുലറായി, എന്തുകൊണ്ട് അദ്ദേഹത്തിനെ മാറ്റി അഭിമർക്കി അവിടെ നിർത്തുന്നില്ല? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇവര് ചെറുപ്പക്കാരുടെ ലിസ്റ്റൊക്കെ പുറത്തു കൊണ്ടിട്ടുണ്ട്. അതുപോലെ അരിത, നമ്മുടെ കായംകുളം സ്ഥാനാർത്ഥി ആയിട്ട് ഇവർ പറയുന്ന ആള് അരിത കഴിഞ്ഞ തവണ തന്നെ 20,000 വോട്ടിന് ജയിപ്പിച്ചവർ അവിടുത്തെ മാധ്യമങ്ങളും കോൺഗ്രസ്സുകാരും. എന്നിട്ട് അവിടെ പോയി അവരും അവിടെ അൺപോപ്പുലർ ആണ്. വരുന്ന നേതാവ് കറക്റ്റാ. പിന്നെ കാഞ്ഞിരപ്പള്ളി സീറ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ അതിശയം തോന്നി. കനകോലി ഏത് നാട്ടിൽ പോയിട്ടാണ് സർവേ നടന്നെനിക്ക് അറിയത്തില്ല. എന്റെ ജയരാജ് എന്ന് പറയുന്ന വ്യക്തിയെ സാക്ഷാൽ ഫീൽഡിംഗ് സെക്ഷൻ നിന്നാ പോലും തോപ്പിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് പോപ്പുലർ ആയ ഒരു വ്യക്തിയാണ് കേരള ജയരാജ് സാറ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. അപ്പൊ കനകോലി എന്ന് പറഞ്ഞ വ്യക്തി അന്യസംസ്ഥാന ജീവനക്കാരനായതുകൊണ്ട് പറ്റിയതായിരിക്കും, പക്ഷെ പരിഹരിക്കാൻ പറ്റത്തില്ല. പിന്നെ കുരുക്ക് കൊടുക്കാണ്ട് കുറെ ചെറുപ്പക്കാരെ ഇറക്കി ഇവർക്ക് ഒരു കാരണവശാലും വിജയിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം എന്നറിയോ? കേരളത്തിലെ ഇതോടെ ഒരൊറ്റ വരിയോടെ പറഞ്ഞു നിർത്തിയേക്കാം. കേരളത്തിലെ ജനങ്ങള് ഈ തമ്മിലടി പാർട്ടിയെ ഇനി വിജയിപ്പിക്കത്തില്ല, ഒരു റിസ്ക് എടുക്കത്തില്ല. പക്ഷെ ആ തമ്മിലടിയൊക്കെ ഇപ്പൊ കുറഞ്ഞു എന്നുള്ള സംശയമുണ്ട്. ഇപ്പോൾ അത്ര ഈ ഗ്രൂപ്പുകളൊക്കെ നോക്കിയാൽ I ഗ്രൂപ്പും A ഗ്രൂപ്പും ഒക്കെ അങ്ങനെ തമ്മിലടിക്കുന്നുണ്ടോ എന്ന സംശയമില്ലേ? ശരിക്കും A ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ ഇപ്പോ? അല്ല, ഇന്നത്തെ ആലപ്പുഴ യൂത്ത് കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ക്യാമ്പിൽ
പുറത്തു വന്ന വാർത്തകൾ അഭിലാഷ് ശരി, ശരി. റിപ്പോർട്ട് ചെയ്താണല്ലോ. ആ എന്താ പക്ഷേ ഈ